സലാം മസ്കറ്റ്. അപ്പൊ നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരുന്ന രാത്രി ദിവസങ്ങൾ വന്നെത്തിയിട്ടാ. അതെ, ഞാൻ പറയണത് നമ്മുടെ മസ്കറ്റ് നൈറ്റ്സിനെ പറ്റിയാണ്. ജാനുവരി 1 ടു ജാനുവരി 31 വരെയാണ് ട്ടാ മസ്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊറം നാച്ചുറൽ പാർക്കിലേക്കാണ്. ഇവിടെ എൻട്രി ഫീസ് വരുന്നത് അഡൾട്ട്സിന് 1 റിയാലും ചിൽഡ്രൻസിന് 500 പൈസയാണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും അറിയണ്ടാവും, ഫ്ലവേഴ്സ് ആയിരുന്നു ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എങ്കിൽ ഇപ്രാവശ്യം ലൈറ്റ്സ് കൊണ്ട് ഒരു മാജിക്കൽ ഷോ ആണ് ട്ടോ അവിടെ ഉള്ളത്. അതുപോലെ പിള്ളേരെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ കുറെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും എയർ ബലൂൺസും കൊണ്ടുള്ള കുറെ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ട്ടാ. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ടോ സിംഗിൾ ആയിട്ടോ ഒക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിംസും ഇവിടെ ഉണ്ട് ട്ടാ. പിന്നെ മെയിൻ പരിപാടികളെ കുറിച്ച് പറയണതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് ഒമാനി ഹെറിറ്റേജ് വില്ലേജ് സെറ്റപ്പിനെ പറ്റിയാണ്. ഇവിടെ നമുക്ക് ഒമാനീസിന്റെ ട്രഡീഷണൽ ഫുഡ് കൾച്ചർ അങ്ങനെ എല്ലാം നേരിട്ട് രുചിച്ചറിയാനും ആസ്വദിക്കാനും പറ്റൂട്ടാ. അങ്ങനെ ഇതെല്ലാം കണ്ട് നടന്നപ്പോഴാണ് ഞങ്ങൾ കുറെ ഹോൺസിന്റെയും സൈലൻസിന്റെയും സൗണ്ട് കേട്ടത് ട്ടാ. ഇത് ഒമാനിലെ ബൈക്ക് റൈഡേഴ്സിന്റെ റാലി പോലെയാണ് എനിക്ക് തോന്നിയത്. കൂടുതലും ഹോണ്ടയുടെ ഗോൾഡ് വിങ് മോഡൽ ലക്ഷറി ബൈക്സ് ആയിരുന്നു ട്ടോ. ഇതും ഒരു പ്രോഗ്രാം തന്നെയാണ് ട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സ്റ്റേജ് ഏരിയക്കാണ് ട്ടാ. അവിടെ ഡാൻസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ക്രൗഡ് കൊണ്ട് ഇരിക്കാൻ പോലും പറ്റിയില്ല. എന്നാലും പരിപാടി എല്ലാം ഉഷാറായിരുന്നു ട്ടാ. കറക്റ്റ് 8 ആയപ്പോഴത്തേനും സ്റ്റേജ് പരിപാടി സ്റ്റോപ്പ് ആക്കിയിട്ട് പോണ്ട് ഏരിയയിൽ വാട്ടർ ലേസർ ഷോ സ്റ്റാർട്ട് ആവുകയും ചെയ്തു ട്ടാ. അതൊരു കിടിലൻ സംഭവം തന്നെയായിരുന്നേ. വാട്ടറും ലേസറും കൂടിയുള്ള ആ ഒരു കോംബോയും അതിനിടയിൽ സറൗണ്ടിങ്ങിലുള്ള ഈ ഒരു ഫയറും കൂടി ആയപ്പോൾ മൊത്തത്തിലാണ് കളറായിട്ടാ. പിന്നെ ആ പോണ്ട് ഏരിയയിൽ ഓരോ കൺട്രീസിന്റെയും ചെറിയ ചെറിയ ഓപ്പൺ സ്റ്റേജസ് ഉണ്ടായിരുന്നു ട്ടാ. ഓരോ രാജ്യത്തിന്റെയും വെറൈറ്റി ഡാൻസ് ഷോയും നമുക്ക് കാണാൻ പറ്റുവേ. അത് കണ്ടു കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോഴാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡ്രോൺ ഷോ സ്റ്റാർട്ട് ആയത് ട്ടാ. അത് ശരിക്കും പറഞ്ഞ ഒരു മാജിക്കൽ ഷോ തന്നെയായിരുന്നു ട്ടാ. കൊച്ചു കുട്ടികൾ മുതലേ പ്രായമായവർക്ക് വരെ എവിടെ നിന്നും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു ട്ടാ അത്. ഇത് കഴിഞ്ഞ് നേരെ പോയത് ഗ്ലോബൽ വില്ലേജിലേക്കാണ് ട്ടാ. എല്ലാ പ്രാവശ്യത്തെയും പോലെ അത് സെയിം സെറ്റിംഗ്സിൽ തന്നെ ആയിരുന്നേ. എല്ലാ രാജ്യങ്ങളിലും ഒന്ന് തലയിട്ട് നോക്കിയിട്ട് കഴിഞ്ഞ് നമ്മൾ ഫുഡ് സ്പോട്ടിലേക്കാണ് ട്ടാ പിന്നെ നേരെ പോയത്. ഇവിടെ ഏത് ഷോപ്പിലും കോമൺ ആയിട്ടുള്ളത് ലോഡർ ഫ്രൈസ് ആണ് ട്ടാ. അപ്പൊ പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, ഒരു ചിക്കൻ ഡൈനാമിക് ഫ്രൈസ് അങ്ങോട്ട് പറഞ്ഞു. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറെ കൊട്ടിന്റെ സൗണ്ട് കേട്ടത്. അപ്പൊ പിന്നെ തിന്നണതും കൈപിടിച്ച് നേരെ അങ്ങോട്ട് പോയിട്ടാ. അവിടെ ആദ്യം കണ്ടത് ഫോറിനേഴ്സിന്റെ ഒരു കാർണിവൽ ഷോ പോലത്തെ ഒരു സംഭവമായിരുന്നു ട്ടാ. പിന്നെ ഒരു ഐറ്റം പിന്നാലെ വന്നേ. സത്യം പറയാലോ, ഇവരുടെ ആ ഒരു എനർജിയും പെർഫോമൻസും ആ ഒരു വെറൈറ്റി കൊട്ടും കൂടി കേട്ടപ്പോ ശരിക്കും പൂരപ്പറമ്പിന്റെ ഒരു വൈബ് തന്നെയായിരുന്നു ട്ടാ. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ സമയം 10 ആയേ. അപ്പൊ പിന്നെ നമ്മൾ പോവാൻ നോക്കായി. എന്തായാലും ഇപ്രാവശ്യത്തെ പരിപാടികളെല്ലാം അടിപൊളിയാണ് ട്ടാ. എനിക്ക് പറയാനുള്ളത് ചുരുങ്ങിയത് നിങ്ങൾ ഒരു 7 മണിക്കെങ്കിലും അവിടെ എത്തണം ട്ടാ. എന്നാലാണ് എല്ലാ പ്രോഗ്രാംസും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ മിസ്സാക്കണ്ട. അപ്പൊ ഓക്കെ, ശുക്രൻ.